കുട്ടൂസിനെ നമ്മളെ ഏറ്റവും അവസാനം അങ്ങനെ കണ്ടു കേട്ടോ. ചെക്കനുണ്ട് കൂടെ. അപ്പൊ ഞങ്ങള് കക്കനാല് വെച്ച് കണ്ടുകൊണ്ടിട്ടുണ്ട്. ഞങ്ങൾ 2 കേടിമാര് കക്കനാല് വെച്ച് കണ്ടുകൊണ്ട് ഇനി ബാക്കിയുള്ള പ്ലാനിങ് ഒക്കെ നാളെ. ബാക്കിയുള്ള വീഡിയോയിൽ നമ്മൾ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയി. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നൈറ്റ് പരിപാടികളൊന്നും നടക്കില്ല. നാളെ രാവിലെ ഓക്കെ. കൊറേ സർപ്രൈസ് ഉണ്ട് കേട്ടോ. കയ്യിലിരിക്കുന്നത് എന്താണെന്നറിയോ? പൊക്കാറയിൽ ഇരിക്കുന്ന ഇത് 4 ഫേസ് ആണ്. 4 ഫേസ് ഓക്കെ. അളിയെന്നെന്താട്ടാ ഇനിയുണ്ട്. ഇതിൽ നിന്നൊരു 8 എടുക്കും ഞാൻ. നമ്മുടെ അടുത്ത് വാരണാസിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അഭിനവ് എന്ന് പറഞ്ഞിട്ടൊരു സൈക്ലിസ്റ്റ് ഉണ്ട്, ആലപ്പുഴക്കാരനാ. ചെക്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് രുദ്രാക്ഷം വേണമെന്ന്. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ കേട്ടോ. 8 അളിയാതെ നിനക്കുള്ള രുദ്രാക്ഷം ഓക്കെ. നിനക്ക് തിരിയും. ഇനിയൊരു സർപ്രൈസും കൂടി ഉണ്ട്. ഇതാണ് കേട്ടോ സർപ്രൈസ്. സംഭവം വലിയ സംഭവമൊന്നുമില്ല എങ്കിലും പക്ഷേ വേണം, കുഞ്ഞ് സംഭവം. ഇതൊരു സംഭവമാട്ടോ ഓക്കെ. ഇത് ഇവൻ്റെ അടുത്തിരുന്ന് തന്നെ കേൾക്കേണ്ട സാധനമാണ്. ഇനി ഇവനെ കാണുന്നവർ ചോദിച്ചാൽ മതി എന്താണ് ഇതിൻ്റെ സംഭവം എന്നുള്ളത്. ഒരുപാട് കഥയുണ്ട്. ഓരോന്ന് എടുത്തെടുത്തെടുത്ത് പറയുമ്പോഴേക്കും സമയവും. പിന്നെ ഇതിന് കവിതയൊക്കെ എഴുതുന്ന പരിപാടിക്ക് ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ലേ, ഭയങ്കര സംഭവം ഉണ്ടവൻ. ബാക്കി മൊത്തം പേഴ്സണൽ ആയതുകൊണ്ടേ നമ്മളധികം ഒന്നും എടുത്തങ്ങനെ വെറുപ്പിക്കില്ല ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പരിപാടിയിലൊന്നും മാറ്റില്ല. ഇന്ന് സജില ട്രക്കിങ് പിടിക്കുകയാണ്. ചെക്കനെ ഇവിടെ ഉണ്ട്, ചെക്കൻ്റെ കുട്ടൂസിനെ ഇവിടെ ഉണ്ട്. അങ്ങനെ 2 പേരും കൂടി ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. കുട്ടൂസിന് ഇവിടെ സേഫാണ് കേട്ടോ. അപ്പോൾ എന്നാൽ പോയാലോ? അപ്പം സജില ഈ സൈഡ് കാണാനായിട്ട് നല്ല രസമുണ്ട്, അടിപൊളിയാണ്, നല്ല രസമാണ്. ചെക്കൻ്റെ ചാനലിലും എന്തായാലും ഇതൊക്കെ വരുമായിരിക്കും കേട്ടോ. സജിലേക്ക് നടക്കണ വഴി നല്ല അടിപൊളിയാണ്, കാണാൻ നല്ല രസമാണ്. ആ ഷോട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂര്യനൊക്കെ ഉണ്ട് നന്നായിട്ട്. അടിച്ച സ്നോയിൽ കുറച്ചൊക്കെ ഇപ്പോഴും ബാക്കിയുണ്ട് കേട്ടോ. സജിലയിലധികം സൂര്യനടിക്കാറില്ല. ഇത് കല്ലായി, ഇത് അനങ്ങണ് പോലില്ല, ഇത് ഉള്ളു കല്ലാണ്. ഓക്കെ, തൽക്കാലത്തേക്ക് നമുക്ക് ഈ കല്ല് പിടിക്കാം. അതെ, ഈ അവസ്ഥയിലായിരിക്കണം. കക്കനാല് വില്ലേജിൻ്റെ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ സൈഡും കൂടി ഞാൻ കാണിച്ചു തരാം. അതും നമുക്ക് ഈ സജില വാട്ടർഫോളിങ്ങിൻ്റെ ട്രക്കിങ്ങിന് തന്നെ കിട്ടണം. ഇതിപ്പോൾ ഞങ്ങൾ റോട്ടിൽ കൂടെ തന്നെ നടന്നുകൊണ്ടിരിക്കണേ. സംഭവം എന്തായാലും വ്യൂ ഉണ്ടോ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ചെക്കനും കണ്ട് വണ്ടടിച്ച് കണ്ടോ? ചെക്കനും ഇവരണ പോലെ വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. സജിലയിൽ എത്തിയിട്ടോ. ഇതാണ് സജില വില്ലേജ് ഓക്കെ. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സജില വാട്ടർഫോളിലേക്കുള്ള എൻട്രി ഓക്കെ. ഈ എൻട്രി കൂടെയാണ് നമുക്ക് കയറി പോവുക. പിന്നെ ലേവൽ അടിച്ച് വെച്ചിട്ടുണ്ട്, വേ ടു സജില വാട്ടർഫോൾ. 1 മണിയൊക്കെ അടിച്ചിട്ട് നമുക്ക് കയറിപ്പോവാം. ഈ വഴി അടിപൊളിയാണ്, കാണാൻ നല്ല രസമാണ്. ഒരു കുഞ്ഞു വഴിയാണ്, ഒരു 1.5 മീറ്റർ. സജിലയിലെ ആ ഫേമസ് ആയിട്ടുള്ള അമ്പലം. ഇവിടെ നമ്മളുടെ ഒരു അട്ടാറ് വ്യൂ ഉണ്ട് കേട്ടോ. വില്ലേജ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. സജില വില്ലേജിൻ്റെ ടെമ്പിൾ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. ഇത് ഈ കാണുന്ന മൊത്തം കുള്ളു സൈഡാണ്. ഇത്ര അടിപൊളിയാണ്. സജില വില്ലേജിൻ്റെ അംഗനവാടി, അതിനോട് തൊട്ട് തന്നെ ഇവിടെ അടിപൊളി ഒരു ടെമ്പിള്. വാട്ടർഫോളിലേക്ക് ഇതിൻ്റെ മുകളിലേക്കാണുള്ള ട്രക്കിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
അപ്പം അങ്ങനെ പരിപാടികളൊക്കെ ഓണായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നൈസ് വില്ലേജ് ആംബിയൻസ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അടിപൊളിയാണ്. എങ്ങനെയുണ്ടല്ലിയാ? ഓക്കെ, പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇവിടെ ഒരു സ്പെഷ്യൽ പ്രതിഷ്ഠയും കൂടി ഉണ്ട്. എന്താ സംഭവം ഒന്നും നമുക്കറിയില്ല കേട്ടോ. നൈസ് ആംബിയൻസ് ആണ് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും. ഇതാണ് ഇവിടുത്തെ ദേവതാ പീഠ്. ഓക്കെ, സംഭവം ഒരു വെട്ടില്ല, ഏതോ പൂജയ്ക്ക് മാത്രമാണ് ഇവരിത് മെയിനായിട്ട് കട്ട് ചെയ്ത് യൂസ് ചെയ്യുക. മരം വരുന്നത് ആക്രോട്ട്. ഓക്കെ, വാട്ടർഫോളിലേക്കുള്ള ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് ഇങ്ങനെ ഒരു ബോർഡ് കിട്ടും, ഈസി പീസി. പിന്നെ അത് മാത്രമല്ല, അതെ ഇവിടെ ഇങ്ങനെ കട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് വാട്ടർഫോളിന്. പിന്നെ ഈ വഴി അങ്ങ് പിടിച്ച് നമ്മളങ്ങനെ നടന്നു പോവാം. കുറച്ച് സ്നോയൊക്കെ ഉണ്ട്, സണ്ണടിക്കാത്തോടത്ത് അവിടെ ഇടിക്കായിട്ട് കുറച്ച് സ്നോയൊക്കെ എടുക്കുന്നുണ്ട്. ഈ ഒരു ബോർഡ് ഓർത്ത് വെച്ചോ കേട്ടോ, ഇതിലേക്ക് നമ്മൾ ഒരു ദിവസം ട്രക്ക് ചെയ്യുന്നതായിരിക്കും. ഇത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ട്രക്കിങ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാത്രമല്ല കേട്ടോ സജില ട്രക്ക് ചെയ്യാനെന്നുള്ളത്. ഇന്ന് ഒരുപാട് പേരുണ്ട് ശരിക്കും. അയ്യ, കണ്ണടിക്കാത്തടത്ത് കുറച്ച് ഏരിയ ഇങ്ങനെ സ്നോ വെറുതെ എടുക്കുന്നുണ്ട്. പക്ഷെ നശിച്ച് പോയ സ്നോയാണ്, നശിപ്പാണ്. ഇതിൽ കൂടെ നടക്കുമ്പോൾ തലല്ലി വീഴാനുള്ള സാധ്യത ഞാൻ വളരെയധികം കാണുന്നു. ഈ മേളി കാണുന്ന വാട്ടർ ടാങ്കിൽ നിന്നാണ് നമുക്കൊക്കെ കുടിക്കാനുള്ള വെള്ളം അടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 1.5 കൊല്ലമായിട്ടുള്ളൂ സജില വാട്ടർഫോള് ഫേമസ് ആയിട്ട്. ഓക്കെ, അതിന് മുന്നേ ഇതൊരു ഹിഡൻ ജമ്മായിരുന്നു. അപ്പോൾ നമുക്ക് ഈസിയാണ്, ഞാൻ പറഞ്ഞ പോലെ എല്ലായിടത്തും അടിപൊളിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് സജില വാട്ടർഫോൾ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ സജില ട്രക്ക് ചെയ്യാനായിട്ട് ഈസിയാണ്. അതിന് 15 മിനിറ്റത്തെ നൈസ് വോക്ക്. എല്ലാം നോക്കാൻ തന്നെ അടിപൊളി വ്യൂ ഒക്കെ കാണാം കേട്ടോ. ഒറ്റത്തായിട്ട് കുറേ സ്നോ അങ്ങനെ മെൽറ്റ് ആവാണ്ട് കിടക്കണേ. ഇപ്പം ഞങ്ങൾ ചെറിയൊരു ഡൈവേഷൻ എടുത്തു. അത്രയ്ക്കാണ്ട് വിചാരിച്ച പോലെ കിട്ടിയില്ലേലും അല്ലേ, അധികം പോവാത്ത കുറച്ച് സ്നോ കിട്ടി. അളിയൻ കയറി വരുന്നുണ്ട്. പക്ഷെ സ്ലിപ്പർ ഇട്ടിട്ടാണ് സ്നോയിൽ കൂടെ അടക്കാൻ പോണേ. വലിയ വൈബൊന്നുമില്ല കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാം തീർന്ന മട്ട തന്നെയാണ്. സ്നോയുടെ ഒരു കോൺസെപ്റ്റ് ഇവിടെ തീരുന്നു. നോക്കാം, ചിലപ്പോൾ സജിലയുടെ മേളിലേക്ക് എങ്ങനെ ഉണ്ടായാലോ. ഇവിടെ ഇത്രയും ഇത് കണ്ടപ്പോഴാണ് നമുക്കും ഒരു ചിന്ത വന്നത്, നമുക്കൊന്ന് സജിലയുടെ മേൽഭാഗത്തേക്ക് ലൈറ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചിലപ്പോൾ നമുക്ക് അടിപൊളി സ്നോ കിട്ടിയാലോ. കഴിഞ്ഞാലേ പിന്നെ ഒരു പ്രോപ്പർ ജംഗിളി വാക്കാണ്, നൈസായിട്ട്. ഓക്കെ, സൈഡൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും വിഷയമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മര്യാദയ്ക്ക് നോക്കി കണ്ടൊക്കെ വേണം നടന്നു പോകാൻ. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് നമുക്ക് ഓൺ സൈഡ് വേയിലൊക്കെ കുറച്ച് സ്നോയൊക്കെ കിട്ടി. എങ്ങനെയുണ്ട് അളിയാ? ഓക്കെ, സജില വാട്ടർഫോൾ നമ്മളൊന്ന് ട്രക്ക് ആയിട്ട് വരാം. ഇനി അധികം ദൂരമില്ല, ലിറ്റിൽ ബിറ്റ്. ഇതാണ് ശരിക്കും ബ്ലാക്ക് ഐസ് കോൺസെപ്റ്റ്. നമ്മൾ അവിടുന്ന് വരുമ്പോൾ തോന്നും ഒരു സീനില്ലാന്ന്, പക്ഷെ സംഭവം സീൻ വൈബാണ്. ഇതിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ നോക്കി തന്നെ നടക്കണം. സ്ലിപ്പറായതുകൊണ്ട് ചെറിയ സിക്കുണ്ട്. നമ്മളവിടുന്ന് പോകുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ല. വില്ലേജ് കയറിയതിന് ശേഷമാണ് ഞങ്ങൾ തന്നെ ഓർത്തത്. ഇവിടെയൊക്കെ സൈഡിലൊക്കെ അത്യാവശ്യം സ്നോ ഉണ്ട്, പക്ഷെ ഒക്കെ കല്ലായി. ഇതൊരു 3 ദിവസം മുന്നേ അടിച്ചതാണ് ശരിക്കും. പക്ഷെ എന്നാലും പോണ വഴിക്ക് നമുക്ക് അടിപൊളിയായിട്ട് സ്നോയൊക്കെ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ഫ്രീസിങ് കോൺസെപ്റ്റാണ്. ഇവിടെ തൊട്ട് നമുക്ക് നൈസായിട്ട് സജിലയുടെ ഓരോ ഫേസ് കാണാൻ പറ്റും. എന്താ തുടങ്ങിയിട്ടുള്ളേ. ഇവിടെയൊക്കെ ഒരു വട്ടം സ്നോ അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇങ്ങനെ കിടക്കും കുറച്ച് നാളത്തേക്ക്. മാക്സിമം സ്നോ അടിക്കുന്ന സമയത്തൊന്നും ഇവിടെ ഇതുപോലെ ഷോപ്സ് ഒന്നും ഓപ്പൺ ആക്കാറില്ല. ഇനി ഞാൻ ഒരു സൂത്രം കാണിച്ചുതരാം. നമ്മളൊരു ടൈമിൽ കുളിക്കാനായിട്ട് യൂസ് ചെയ്യണ പൂളാണ്. നാച്ചുറൽ പൂളാണ്. ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഈ ടൈമിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ഇവിടെ ഒന്ന് കുളിക്കാൻ പറ്റുള്ളൂ. എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളിയല്ലേ?
ഈ സമയത്തൊന്നും കൈ ഇറക്കാൻ പോലും പറ്റില്ല കേട്ടോ. 1 മിനിറ്റ് തികച്ച് നമ്മൾ ഇതിനകത്ത് കൈ മുക്കി കഴിഞ്ഞാൽ മരവിച്ചു പോകും. ഞാൻ സജിലയിലേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എത്തി. ഇത് ശരിക്കൊരു ബാത്ത് എക്സ്പീരിയൻസ് തരാൻ പറഞ്ഞ ഒരു ലൈറ്റായിട്ടുള്ളൊരു തണുപ്പേ നമ്മുടെ ആ സമയത്ത് വെള്ളത്തിനുണ്ടാവും. ഈ കാണുന്നുണ്ടോ സജില വാട്ടർഫോൾ? ഒരു രക്ഷയില്ലാത്ത സെറ്റപ്പാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി നമുക്ക് അടിയിൽ പോയിട്ട് ജോയിൻ ചെയ്യാം. അടിപൊളിയാണ്. ഒരുപാട് പേരുണ്ട് കേട്ടോ ഇന്ന് സജിലയിൽ. അവരുടെ ഫോട്ടോഷൂട്ടും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫോട്ടോഷൂട്ടും പരിപാടികളൊക്കെ അറ്റൻഡ് ചെയ്യാൻ. അളിയന്മാരെ കമ്പനി കിട്ടിയിട്ടുണ്ട്. എക്സ്പെക്റ്റഡ് ആയിട്ട് കുറച്ചധികം ഗസ്റ്റ് ഉണ്ട് ഇന്ന് സജിലയിൽ. ഭയങ്കര സംഭവമാണ്. അതായത് ഇതിലെ ചെയർ കോൺസെപ്റ്റ് ഒക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ ശരിക്കും ഒരു ബസ്സിലിരുന്ന് ട്രാവൽ ചെയ്യണ ഒരു പ്രതീതിയാണ്. നമ്മുടെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ സജില് അടിപൊളി പരിപാടിയാണ്. അളിയൻ നമ്മളെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അളിയൻ്റെ പേരെന്താകുന്നു? കൂടി ജോയിൻ ചെയ്തിട്ടോ ഒരു യുദ്ധത്തിന് അടുക്കപ്പെട്ട ഫീലാണ് ഇപ്പൊ ചക്കരിയാണ്. മച്ചാന് ചിക്കരി ഇവർ സ്നേഹിച്ച സീനളിയാ. അതിന് ഒരു പരിധി വിട്ട് സ്നേഹിക്കാൻ പാടില്ല ഇവരാരും. പക്ഷെ അടിപൊളി കേട്ടോ. ഇവര് നന്നായിട്ട് നമ്മളെ ഇങ്ങനെ നമ്മുടെ കൂടെ തന്നെ കൊണ്ടു നടക്കുന്ന. നിർത്തറ നക്കല് നിർത്തറ എൻ്റെ നക്കല് നിർത്തറ. ഓ ആ ഉണ്ടോ? നിക്ക് മതിയാക്ക്. നക്കല് നിർത്തല്ല കേട്ടോ. ഇതിന് ഏറ്റവും സാധനം കടിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ട്. നിർത്താൻ സൈലന്റ് ആവ കിടന്നു. എന്തോ തപ്പി വന്നതാളിയാ അളിയാ. എങ്കിലും ഇവിടെ നിന്ന് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നിരിക്കണ കേട്ടോ. കൈവയ്ക്കുമ്പോഴേക്കും എവിടെ നീ ഓടി വരണേ? അവനെ പിടിച്ച് ഞാൻ ലോക്കിട്ട് ഇരുത്തിയേക്കണേ കേട്ടോ. ഒരുത്തൻ വേറെ സൈഡിൽ കൂടെ നിൽക്കണേ. അയ്യോ അത് ഇവനെ നിൽക്കണേ കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ 2 ചായ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചായ ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ നൈസായിട്ട് സജിലൊക്കെ കണ്ടോണ്ടിരുന്ന് ഇങ്ങനെ എൻജോയ് ചെയ്യാം. ആളൊഴിഞ്ഞ് സജില ആരുമില്ല. ഞങ്ങൾ 2 പേര് മാത്രം. എങ്ങനെയുണ്ട്? ഞങ്ങൾ റിവർ ക്രോസ് ചെയ്യാൻ പോവാ. അത് ക്രോസ് ചെയ്ത് നേരെ കഖനാല് വില്ലേജ്. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി ഏകദേശം സജില ട്രക്ക് ചെയ്ത് അവസാനം കഖനാല് വില്ലേജിൽ എത്തിച്ചേർന്നേക്കാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കിയുള്ള അടുത്ത വീഡിയോയിൽ കാണും വരെ.